ഹലോ, അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. ഒത്തിരി ലെങ്തി വീഡിയോ ഒന്നുമല്ല. എൻ്റെ കുറച്ച് വലിയ കിച്ചൺ ആയതുകൊണ്ട് മുഴുവനും ഒന്നും ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിച്ചൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ ഒന്ന് വേഗം തന്നെ ഒതുക്കി വെച്ചു, എന്നിട്ട് ക്ലീനിങ്ങിന് നിന്നു. ഈ ഒരു സെക്ഷനാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പിലുള്ള കുറച്ച് ഐറ്റംസ് ഞാനെടുത്ത് മാറ്റുകയാണ്. ഇനി മേലെയുള്ള കബേർഡ്സിൽ നിന്നും സാധനങ്ങൾ ഓരോന്നോരോന്നെടുത്ത് മാറ്റാം. മേലെയുള്ള ഷെൽഫിൽ, ഏറ്റവും മുകളിലുള്ള ഷെൽഫിലും കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പം അതും എടുത്ത് താഴോട്ട് ഇറക്കുകയാണ്. മേലെയുള്ള ഷെൽഫിൽ എപ്പോഴും ആവശ്യമുള്ള ഐറ്റംസ് അങ്ങനെ വെക്കാറില്ല. എന്നാലും എനിക്ക് കൈ എത്തി എടുക്കാവുന്നതുമാണ് വെക്കാറ്. ഇനി അവിടെ നന്നായിട്ടൊന്ന് തുടച്ചിടാം. ഇതെൻ്റെ സാൻഡ്വിച്ച് മേക്കറാണ്. അതും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ടിന്നിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ബാക്കി വരുന്നത് കവറിൽ തന്നെ വെച്ചിട്ട് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആ ഐറ്റംസ് എല്ലാം തൊട്ട് താഴെയുള്ള കബേർഡിലാണ്. അപ്പോൾ റീഫിൽ ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റാൻഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നന്നായി ക്ലീൻ ചെയ്തിട്ട് കട്ടിയുള്ള ഒരു വൈറ്റ് ഷീറ്റ് താഴെ ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നു. ഇത് നല്ല 2 ഓർഗനൈസേഴ്സാണ്, നമുക്ക് കബേർഡ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കണ്ടെയ്നേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളത് മിക്കതും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപോലുള്ള കണ്ടെയ്നേഴ്സ് കുറവാണ്. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ നല്ല നല്ല ബോട്ടിൽസ് ഒന്നും കളയാറില്ല, അതിനകത്താണ് ആക്കി വെക്കുന്നത്. പക്ഷേ ഒരേപോലെ ഇല്ലാത്തതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് കേട്ടോ. എന്നാലും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ എല്ലാം നല്ല ഒരുപോലെയുള്ള കണ്ടെയ്നേഴ്സ് വാങ്ങി നല്ല ഭംഗിയിൽ വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് നമുക്ക് വഴിയേ ചെയ്യാം. അപ്പോൾ ഓർഗനൈസേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കുറച്ച് ടോളായിട്ടുള്ള പാത്രങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്പേസും യൂസ് ചെയ്യാമല്ലോ. കുറച്ച് എക്സ്ട്രാ ബ്രൗൺ ഷുഗർ എടുത്ത് വയ്ക്കുകയാണ്. അതുപോലെ മസാല ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന മസാല, അത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കേട്ടോ, ആ മസാലയും എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ കബോർഡ് അത്യാവശ്യം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കറിപ്പാത്രങ്ങളാണ് നമ്മൾ സാധാരണ എടുക്കുന്ന കറിപ്പാത്രങ്ങൾ. അപ്പോൾ അത് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി അവിടെ തന്നെ അങ്ങ് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഈ നൈഫ് ഹോൾഡർ ഒന്ന് വൃത്തിയാക്കി എടുക്കാനിത് പലർക്കും എൻ്റെ പല വ്ളോഗുകൾ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നൈഫ് ഹോൾഡറാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. സെറാമിക്കിൻ്റെ തന്നെയാണ്. പക്ഷെ കുറേ നാൾ ഇരിക്കുമ്പോൾ അതിൽ അഴുക്ക് പിടിക്കും, വൈറ്റ് കളറല്ലേ. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാറുണ്ട്. ഉള്ളിലൊക്കെ നല്ലോണം കറ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്താലേ അത് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്തുള്ളൂ കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഒരുപാട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ ക്ലീനിങ്ങിന് തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഏരിയ ചെയ്തിട്ട് ബാക്കി ഇനി അടുത്ത ദിവസങ്ങളിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.